ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2022 നമ്മളുടെ തൊടുവര ടാൻജന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. If the perimeter of a triangle is 24 cm and its in radius is 2 cm, find its area in square centimeter. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 24 സെന്റിമീറ്റർ, അന്തർവൃത്ത ആരം 2 സെന്റിമീറ്റർ, ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക. ഇൻ സർക്കിളിന്റെ റേഡിയസുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? R = A/S. ഓക്കെ, അപ്പൊ പെരിമീറ്റർ 24 ആണ്, റേഡിയസ് 2 ആണ്. ദെൻ R = A/S. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്ററിന്റെ പകുതി. പെരിമീറ്റർ 24 ആണെന്നുണ്ടെങ്കിൽ എസ് എന്തായിരിക്കും? 24ന്റെ പകുതി 12 വരും. ഓക്കെ, അപ്പൊ 2 = A/12. ഈ 12നെ ഇങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഹരിക്കാനുള്ളത് അപ്പുറം ചെല്ലുമ്പോൾ ഗുണിക്കാനാവും. 2 × 12 24 എന്ന് കിട്ടും. സോ ഏരിയ = 24 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, in the figure, PA = 4 cm, AB = 5 cm, and PC is a tangent to the circle. Find the length of PC. ചിത്രത്തിൽ PA 4 സെന്റിമീറ്റർ, AB 5 സെന്റിമീറ്റർ, PC വൃത്തത്തിലേക്കുള്ള ഒരു തൊടുവരയുമാണ്. PCയുടെ നീളം കണ്ടുപിടിക്കുക. നമുക്ക് ഇങ്ങനെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് വരുന്ന ഇക്വേഷൻ ആണ് ഇത്. PA × PB = PC². ഓക്കെ, ഇവിടെ ലെറ്ററുകളെല്ലാം അതേപോലെ തന്നെയാണ്, സെയിം ലെറ്ററുകൾ അതേ പൊസിഷനിലാണ് നമ്മൾ. അപ്പോൾ അതിവിടെ കൊടുത്തു. PA × PB = PC². PA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്, PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ്. AB അല്ല കേട്ടോ, PB ആണ്. = PC². അപ്പൊ 4 × 9 = PC². ഓരം 9, ഈ 9 18, 3 9 27, 4 9 36. സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. സോ √36 6 എന്ന് കിട്ടും. അപ്പൊ PCയുടെ ലെങ്ത് എത്രയാണ്? 6. അപ്പൊ തൊടുവരയുടെ നീളം എത്രയാണ്? 6. ഇനി ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 cm and mark a point 6 cm away from the center of the circle. Draw tangent to the circle from this point. നമ്മൾ തൊട്ട് മുമ്പത്തെ 3 വർഷങ്ങളിലും ചെയ്തത് ആദ്യം 3 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ അകലെ, പിറ്റത്തെ വർഷം 3 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ അകലെ, പിറ്റത്തെ വർഷം 3 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ അകലെ, ഈ വർഷം 2.5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും അകലെ. റേഡിയസ് ഒരു 0.5 കുറച്ചു. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് വരച്ച് പഠിക്കല്ലോ കേട്ടോ. ആരും 2.5 സെന്റിമീറ്റർ ആയ വൃത്തം വരയ്ക്കുക. വൃത്ത കേന്ദ്രത്തിൽ നിന്നും 6 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. അപ്പൊ ആദ്യം 2.5 സെന്റിമീറ്ററിൽ നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പോവാണ്. ഇനി 6 സെന്റിമീറ്റർ അകലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 6 സെന്റിമീറ്റർ ലെങ്ത് നമുക്ക് വരയ്ക്കാം. 6 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ്, ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരക്കണം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ പകുതിയിൽ കൂടുതൽ എടുക്കുക. താഴെയും മേലെയും ഓരോ ചാപങ്ങൾ, ആർക്കുകൾ വരയ്ക്കുക. മുകളിലും കട്ട് ചെയ്യുക. ഈ കട്ട് ചെയ്ത പോയിന്റുകൾ നമ്മൾ യോജിപ്പിക്കുക. സോ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും, അഥവാ ലംബ സമഭാജി കിട്ടും. ഓക്കെ, ഇനി ആ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സർക്കിൾ വരയ്ക്കുക. ഓക്കെ, ഈ സർക്കിളുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് നമ്മൾ ടാൻജന്റുകൾ വരയ്ക്കുക. ആൻഡ് ദാറ്റ് ഈസ് അവർ ടാൻജന്റ്. അതാണ് നമ്മളുടെ തൊടുവര എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് 2 തൊടുവര വരയ്ക്കാൻ പറഞ്ഞു. 2.5 സെന്റിമീറ്ററിൽ സർക്കിൾ വരച്ചു. 6 സെന്റിമീറ്റർ അവേ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ആൻഡ് ഡ്രോ എ ടാൻജൻസുകളും വരച്ചു. ഓക്കെ, അടുത്തത് the tangents AC and BC of the circle with the center O meet at C. What is the measure of angle OAC? If AOB equal to 110 degree, find the measure of angle ACB. O കേന്ദ്രമായ വൃത്തത്തിൽ
നിന്നുള്ള വൃത്തത്തിൽ നിന്നുള്ള എ സി ബി സി എന്നീ തൊടുവരകൾ സിയിൽ കൂട്ടിമുട്ടുന്നു. ആംഗിൾ ഒ എ സിയുടെ അളവ് കണക്കാക്കുക. ആംഗിൾ എ ഒ ബി 110 ഡിഗ്രി ആയാൽ എ സി ബിയുടെ അളവ് കണ്ടുപിടിക്കുക. ഇവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്, നമ്മളിവിടെ നോക്കുക എങ്ങനെയാണെന്നുള്ളത്. എ ഒ ബി 90 ഡിഗ്രിയാണ്. കാരണം എന്താ? റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള കോണാണ്. ഇനി എ ഒ ബി 110 ആണെന്നുണ്ടെങ്കിൽ സി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. അപ്പോൾ ഇവിടെ 110 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 70 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 110 70 എത്രയായി? 180 ആയി. ആയോ? ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.5 സെന്റിമീറ്റർ. ഡ്രോ എ ട്രയാംഗിൾ വിത്ത് ആംഗിൾസ് 50, 60, 70 ആൻഡ് ഓൾ ഇറ്റ്സ് സൈഡ്സ് ആർ ടാൻജൻസ് ടു ദ സർക്കിൾ. 2.5 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് വശങ്ങളെല്ലാം വൃത്തത്തിന് തൊടുവരകളായ കോണുകൾ 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രിയുമായി ത്രികോണം വരക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 50, 60, 70 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 50 ആണെന്നുണ്ടെങ്കിൽ ടാൻജൻസ് ആണല്ലോ, അപ്പോൾ 180 മൈനസ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ 50 ആകുമ്പോൾ 180 50 കുറക്കുമ്പോൾ 130, 60 ആകുമ്പോൾ 120 വരും, 70 ആകുമ്പോൾ 110 വരും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യം 2.5 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു സർക്കിൾ വരക്കണം. റേഡിയസ് എടുത്തിട്ട് സർക്കിൾ വരക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ റേഡിയസ് വരച്ചിട്ട് ഈ 3 കോണുകൾ നമ്മൾ അതിൽ മാർക്ക് ചെയ്യണം. ഇനി 130 ഡിഗ്രി പ്രൊട്രാക്ടർ എടുക്കുക. ഡിഗ്രി വരച്ചു. ഇനി അടുത്ത് 120 ഡിഗ്രിയും വരച്ചു. അടുത്ത് ഓട്ടോമാറ്റിക്കലി 110 ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി 3 പോയിന്റിലും 90 ഡിഗ്രിയിലും നമ്മൾ ഓരോ ടാൻജൻറ്റുകൾ വരച്ചാൽ മതി. നമുക്ക് നമ്മളുടെ ട്രയാങ്കിൾ കിട്ടും. മൂന്ന് പോയിന്റിലും ടാൻജൻറ്റുകൾ വരയ്ക്കുക. കറക്റ്റ് 90 ഡിഗ്രി ആ റേഡിയസുമ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് നീട്ടി വരയ്ക്കുക കേട്ടോ. പ്രൊട്രാക്ടർ ലേശം ബാക്കിലോട്ട് വെച്ചിട്ട് വരച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ കറക്റ്റ് സ്കെയിലിൻ്റെ അളവുമായി 90 ഡിഗ്രിയും ആവും. അല്ലെങ്കിൽ റേഡിയസുമ വെച്ചിട്ട് മുകളിൽ ഒരു 90ഉം താഴെ ഒരു 90ഉം മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടിമുട്ടിക്കണം. ഇവിടെ നമുക്ക് റേഡിയസുമ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയല്ലേ വെക്കുന്നത്, നേരെ തിരിച്ചാണ്ട് വെച്ചാണ്ടൊന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ. നോക്കാം നമുക്ക്. റേഡിയസുമ 90 ഡിഗ്രി വെച്ചിട്ടാണ് നമ്മൾ മറ്റേ രണ്ടും വരച്ചത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ പ്രൊട്രാക്ടറിനൊന്ന് തിരിച്ചു വെക്കാം. ഈ 0 ഈ വരമ്പ് വരുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു 90 വരും. ആ 90 മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നേരെ തിരിച്ച് മുകളിലേക്കും വെക്കുക. അവിടെ ഒരു 90 മാർക്ക് ചെയ്തിട്ട് ആ രണ്ട് പോയിന്റുകൾ എന്ത് ചെയ്താൽ മതി? യോജിപ്പിച്ചാലും മതി. അപ്പോൾ നമുക്ക് ടാൻജൻറ്റ് അഥവാ നമ്മുടെ തൊടുവര കിട്ടും. ഓക്കെ,
ആ മുകളിൽ കൂട്ടിമുട്ടാൻ അല്ലാതെ നമുക്ക് കൂട്ടിമുട്ടിക്കട്ടോ. ഇനി ആംഗിളുകൾ ചെയ്താൽ നമുക്ക് 130 ഓപ്പോസിറ്റ് 50 വരും, 120 ഓപ്പോസിറ്റ് 60 വരും, 110 ഓപ്പോസിറ്റ് 70 വരും. 130 ഓപ്പോസിറ്റ് 50, 120 ഓപ്പോസിറ്റ് 60, 110 ഓപ്പോസിറ്റ് 70. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റേഡിയസും കോണുകളും തന്നു കഴിഞ്ഞാൽ വശങ്ങളെല്ലാം വൃത്തത്തെ ത്രികോണത്തെ തൊടുന്ന രീതിയിലുള്ള ടാൻജൻറ്റുകളായിട്ട് വരുന്ന രീതിയിലുള്ള ട്രയാങ്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വർഷത്തിൽ ചോദിച്ചിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വരയ്ക്കാനുള്ളതൊക്കെ നന്നായിട്ട് വരച്ച് പഠിക്കുക, എക്സാമുകൾ നന്നായിട്ട് എഴുതുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഡു യുവർ ലെവൽ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.